ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചൊവ്വാഴ്ചയാണ്. നിങ്ങൾക്ക് ടൈം കൂടെ കാണാൻ പറ്റും. 2:15 ആകാനായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ട്രേഡ് എടുക്കാൻ പോകുന്നത് 2 മണി to 3 മണിയിൽ ഒരു മൂവ്, ഒരു ഡയറക്ഷൻ കിട്ടുവാണെങ്കിൽ നമ്മൾ എന്തായാലും ഒരു ട്രേഡ് പ്ലേസ് ചെയ്യും. അതിന് മുന്നേ ഞാനൊരു ട്രേഡ് എടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 5162 രൂപ പ്രോഫിറ്റ് ഓൾറെഡി നമ്മൾ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞുതരാം. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഒരു ട്രേഡ് എടുക്കാം. ഓക്കെ, അതായത് നല്ലൊരു ഡയറക്ഷനിലോട്ട് മൂവ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ട്രേഡും കൂടെ പ്ലേസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏകദേശം നിങ്ങൾക്ക് പൊസിഷൻ ഡീറ്റെയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്വാണ്ടിറ്റി 400 ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, കാണാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരേ പ്രീമിയത്തിൽ ആണ് 2 വട്ടം ട്രേഡ് ചെയ്തത്. ആദ്യത്തെ ട്രേഡ് ലോസ് ആയിരുന്നു. ഓക്കെ, വീണ്ടും നമ്മൾ അതേ പ്രീമിയം തന്നെ ബൈ ചെയ്യാണ് ചെയ്തത്. കാരണം ആ ഒരു കാണിച്ചുതരാം. ഈ ഒരു പ്രീമിയം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ എത്രയല്ല റണ്ണായിക്കൊണ്ടിരിക്കുന്നത്? 82. ഓക്കെ, അപ്പോൾ 82ൻ്റെ നമുക്ക് പുട്ട് ഓപ്ഷൻ്റെ പ്രീമിയം ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. ഇവിടെയുണ്ട് 82. ഓക്കെ, 82ൻ്റെ പുട്ട് ഓപ്ഷൻ്റെ പ്രീമിയം ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, ഇതുണ്ടോ, നമ്മൾ ഏകദേശം ഫസ്റ്റ് ട്രേഡ് എടുത്തത് ഇതാ ഈ 1 മണിക്കാണ് നമ്മൾ ട്രേഡ് പ്ലേസ് ചെയ്തത്. ഓക്കെ, 200 ക്വാണ്ടിറ്റിയാണ് ട്രേഡ് എടുത്തത്. ഇവിടുന്ന് വലിയ മൂവ് ഉണ്ടായിട്ടില്ല. ജസ്റ്റ് ഒന്ന് 3-4 പോയിന്റ് കയറിയിട്ട് മാർക്കറ്റ് വീണ്ടും ഇവിടം വരെ വന്നു. അതായത് ഈ ഒരു സ്ഥലത്ത് ട്രേഡ് എടുത്ത എല്ലാവരും SL അടിക്കാൻ വേണ്ടിയാണ് വന്നത്. ഞാൻ ഓൾറെഡി ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് മാക്സിമം ഈ ഒരു ലെവൽ വരെ വരുമെന്ന്. കാരണം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൾറെഡി മാർക്കറ്റ് അവിടെ വന്നിട്ട് തിരിച്ച് കയറിപ്പോയത്. ഓക്കെ, നോക്കാം. വീണ്ടും ഒരു മൂവ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് ഈ ഒരു സ്ഥലത്ത് എത്തിയാൽ തന്നെ. അതായത് കറക്റ്റ് ഈ ഒരു പോയിന്റിലെത്തും വീണ്ടും മാർക്കറ്റ് റിവേഴ്സ് കയറാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. പറ്റിയെങ്കിൽ നമുക്ക് അവിടെ ഒരു ട്രേഡ് ലൈവായിട്ട് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രീമിയത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഓക്കെ, ഇവിടം വരെ ഇറങ്ങി. ഏകദേശം നമ്മുടെ SL പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ SL ആദ്യത്തെ ട്രേഡിൽ ഹിറ്റായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ കറക്റ്റ് 68-ന് വീണ്ടും രണ്ടാമത്തെ ക്വാണ്ടിറ്റി എടുത്തു. 200 ക്വാണ്ടിറ്റി പ്ലേസ് ചെയ്ത് കറക്റ്റ് നമ്മൾ ഏകദേശം നിങ്ങൾക്ക് കാണാൻ പറ്റും 70-ന് പോയത്. ഇത് ഫുള്ള് നമ്മൾ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു 114 വരെ, ഏകദേശം 114 വരെ നമ്മൾ ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു മൂവ് കറക്റ്റ് 5140 കണക്കിന് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. വീണ്ടും മാർക്കറ്റ് ഇതാ അപ്പാകുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അഥവാ ഞാൻ ഇവിടുന്ന് എക്സിറ്റ് അടിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് വീണ്ടും നമ്മൾ ട്രേഡ് എടുത്ത് നമുക്ക് വീണ്ടും ലോസിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, കറക്റ്റ് നമ്മൾ ഏകദേശം നമ്മൾ ടാർഗറ്റ് ഇട്ടാൽ എക്സിറ്റ് അടിച്ചു. ഓക്കെ, കാരണം ഓൾറെഡി മാർക്കറ്റ് വലിയൊരു റാലി കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പം ഇതിലും വലിയൊരു റാലി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇനി നമുക്ക് നേരെ നിഫ്റ്റി, ഇപ്പോൾ പ്രസൻ്റ്ലി നിഫ്റ്റി എന്താണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നിഫ്റ്റിന് ചാർട്ട് ഓപ്പൺ ആക്കി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം ഒരു സപ്പോർട്ട് ഏരിയ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിഫ്റ്റിൻ്റെ ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സമയം ഇപ്പോൾ 10, അതായത് 2:18 ആയിട്ടുണ്ട്. ഓക്കെ, തിരിച്ചു കൊണ്ട് മാർക്കറ്റ് കയറുകയാണ്. ഇവിടെ നമുക്കൊരു ട്രെൻഡ് ലൈൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് നോക്കണ്ട കേട്ടോ. കാരണം ഇതൊരു SL ക്യാൻഡിലായിരുന്നു. കറക്റ്റ് ലെവല് ആ ഒരു ലെവലിൽ നമ്മൾ എടുക്കുന്നില്ല ട്രെൻഡ് ലൈന്. ഏകദേശം നമുക്ക് ഈ ഒരു ലെവൽ പിടിക്കാം. ഓക്കെ, ഈ ഒരു ലെവൽ ടച്ച് ചെയ്ത് മാർക്കറ്റ് ഡൗൺ ആകാനുള്ള ചാൻസ് നിങ്ങൾ നോക്കിക്കോ. ഞാനിപ്പോൾ ഇവിടെ ഒരു ലൈൻ ഇട്ടിട്ടുണ്ട്. ലൈവ് മാർക്കറ്റാണ്. എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഞാൻ ട്രേഡ് ചെയ്യുമ്പോൾ ഞാൻ ട്രേഡ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് പറഞ്ഞാൽ 2 പ്രീമിയം, അതായത് പുട്ട് ഓപ്ഷൻ്റെയും കോൾ ഓപ്ഷൻ്റെയും പ്രീമിയത്തിൻ്റെ ചാർട്ട് ഞാൻ ഓപ്പൺ ആക്കി വെക്കും. എന്താണ് സംഭവിക്കാറെന്നുള്ളത് ഇതിനകത്ത് കുറേ ലൈനുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഞാൻ ഒരു ഇൻഡിക്കേറ്റർ ബേസ്ഡാണ് പിന്നെ ഞാൻ സപ്പോർട്ടും റെസിസ്റ്റൻസ് ഒക്കെ നോക്കിയിട്ട് ട്രേഡ് ചെയ്യുള്ളൂ. വെറും ഇൻഡിക്കേറ്റർ മാത്രം ഞാൻ ഫോക്കസ് ചെയ്ത് ട്രേഡ് ചെയ്യാറില്ല. നമുക്ക് ലോസേ കിട്ടും. കറക്റ്റ് നമ്മളൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ നോക്കി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ ട്രേഡിങ് പ്രോഫിറ്റിലോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്ത് നോക്കാം എന്താണ് ഇനി സംഭവിക്കുന്നത് എന്ന്. ഓക്കെ, നിങ്ങൾക്ക് താഴെ കാണും ഒരു ഇൻഡിക്കേറ്റർ. ഓക്കെ, താഴെ ഒരു ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ വലുതായി കാണിച്ചു തരാം. സോറി. ഓക്കെ, ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് MACD ആട്ടോ. MACD എന്ന് പറഞ്ഞ ഇൻഡിക്കേറ്ററാണ്. ഞാൻ MACD ക്രോസ് ഓവറിൽ ഞാൻ MACD മാത്രം നോക്കിയിട്ട് ഞാൻ ട്രേഡൊന്നും എടുക്കാറില്ല. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു കൺഫർമേഷൻ, അതായത്
ഡബിൾ ട്രിപ്പിൾ കൺഫർമേഷൻ എന്നൊക്കെ പറയില്ലേ, അതിനു വേണ്ടി ഞാൻ ഇട്ടത് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് ഒരു ട്രേഡ് എടുക്കുക എന്നൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു ട്രെൻഡ് ലൈനിലൂടെ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ, കറക്റ്റ് അതിന് തട്ടിയിട്ട് മാർക്കറ്റ് ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അവിടെ നിന്ന് വീണ്ടും കയറി പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മിക്കവാറും ഇതൊരു ട്രാപ്പായിരിക്കും. ഓക്കെ, ഇവിടുന്ന് കുറേ ആൾക്കാർ ഇപ്പോൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ടാവും. നമുക്ക് നോക്കാം ഇതെന്താ സംഭവിക്കുന്നത്. കാരണം ഇത്രയും വലിയൊരു ക്യാൻഡലാണ് വന്നത്. ഓക്കെ, ഇത്രയും വലിയ ക്യാൻഡിൽ വന്നിട്ട് ഇവിടെ നിന്നൊരു ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ആകും പോലെ കാണിച്ചിട്ട് ഒരുപാട് ആൾക്കാർ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇത് തിരിച്ചിറങ്ങാനാണ് ചാൻസ് കൂടുതൽ. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ഇപ്പോൾ 67 എത്തുന്നുണ്ട് കേട്ടോ. അതായത് ഏകദേശം എക്സാക്റ്റ് ഈ ഒരു ലൈനിൽ, അതായത് ആദ്യം മാർക്കറ്റ് വന്നതിലും കുറച്ചുകൂടെ താഴെ. ഓക്കെ, താഴെ എന്ന് പറയാൻ പറ്റില്ല, കറക്റ്റ് എക്സാക്റ്റ് ആ പോയിന്റ് തന്നെയാണ് വന്നത്. ഓക്കെ, ഇവിടുന്ന് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 10 പോയിന്റ് ടാർഗറ്റ് നമുക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് ഈ ഒരു ക്യാൻഡിൽ തീരാൻ വേണ്ടി ഒന്നും നോക്കണ്ട, കണ്ണും പൂട്ടി ഇവിടുന്ന് ബൈ ചെയ്യാം. ഓക്കെ, ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിഫ്റ്റിൻ്റെ പ്രീമിയം, അതായത് നിഫ്റ്റിൻ്റെ ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റും നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ. ഓക്കെ, ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇന്നത്തെ ഹൈൻ്റെ അടുത്ത് ടച്ച് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. ഓക്കെ, ഏകദേശം ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് 2.5 മില്യൺ വോളിയാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇവിടുന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. ഓക്കെ, ഇവിടെ സംഭവിക്കാൻ പോകുന്നൊരു കാര്യമാണ്, ഇവിടുന്ന് ഇപ്പോൾ നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ട് മാർക്കറ്റ് മേലോട്ട് കയറും. ഓക്കെ, 67 ഒരു 10 പോയിൻ്റ് എന്തായാലും മേലോട്ട് കയറാണ്ടിരിക്കില്ല. നിങ്ങൾ വെയിറ്റ് ചെയ്തോ, നോക്കിയിരുന്നോ. ഓക്കെ, ഒരു 10 പോയിൻ്റ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളങ്ങനെ ഈ ഒരു 68ൻ്റെ പ്രീമിയം ബൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പുട്ട് ഓപ്ഷനാണ് ബൈ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, 4 നോട്ടാണ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ അതിൽ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ് കാണുന്നത്. വീണ്ടും നമുക്കിവിടെ റിജക്ഷനാണ് ഫേസ് ചെയ്യാൻ കിട്ടുന്നത്. ഓക്കെ, ഏകദേശം 727K വോളിയം ഉണ്ട്. ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് നമ്മൾ ഈ റെസിസ്റ്റൻസിൽ വീണ്ടും മാർക്കറ്റ് വീണ്ടും തിരിച്ച് കയറി പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 75 വരെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് 65-ന്ന് 75 എന്ന് പറഞ്ഞാൽ 10 പോയിൻ്റ് മൂവ് ഓൾറെഡി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതുകൊണ്ട് ഇത് നമ്മൾ ഇൻഡിക്കേറ്റർ ബേസ്ഡ് ട്രേഡ് അല്ല, അതായത് സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കി ആണ് ട്രേഡ് എടുക്കുന്നത്. ഇവിടെ നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ്. ഓക്കെ, ഇവിടെ നിന്നാണ് മാർക്കറ്റ് കൂടുതൽ തിരിച്ച് കയറി പോകുന്നത്. ഒരു 10 പോയിൻ്റ് മൂവ് ആകുന്നു പറഞ്ഞാൽ 10 പോയിൻ്റ് മൂവായി വീണ്ടും ഡൗൺ ആകുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ഞാൻ നിഫ്റ്റീൻ്റെ ക്യാൻഡിൽ കാണിച്ചു തരാം. നിഫ്റ്റിയിൽ നോക്ക്, ഏകദേശം ഇവിടെ നിന്നാണ് ക്യാൻഡിൽ വന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞ ഒരു ട്രാപ്പായിരുന്നു, കറക്റ്റ് ട്രാപ്പ് തന്നെയായിരുന്നു. എല്ലാ രേസിലും അടിച്ച് ഏകദേശം ഈ ഒരു റേഞ്ച് വരെ മാർക്കറ്റ് മൂവായി. ഓക്കെ, വീണ്ടും മാർക്കറ്റ് ഫോളോ ആവുകയാണ്. ഇതുകൊണ്ടോ പ്രീമിയത്തിൻ്റെ ചാർട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എത്രയാണ് മൂവ്മെൻ്റ് ആയത്. ഓക്കെ, അതായത് നമുക്കൊരു 70 എടുത്താൽ തന്നെ ഏകദേശം 30 പോയിൻ്റ് മൂവ് ആകാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. ഓക്കെ, ഇതാണ് മാർക്കറ്റ്. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, ഒരിക്കലും നമ്മൾ ഇങ്ങനത്തെ മാർക്കറ്റിൽ നമ്മൾ അധിക സമയം നിൽക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു ട്രാപ്പായിരുന്നു വന്നത്. ഓക്കെ, അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോ കാണാം. ബൈ.